എൽത്തുരുത്ത് സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക പൊതുയോഗം നടന്നു. എൽത്തുരുത്ത് സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക ആഘോഷം ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ബി.എഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സെക്രട്ടറി ടി.ബി. സന്തോഷ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പ്രസിഡന്റ് കെ.ടി. മധു അധ്യക്ഷത വഹിച്ചു. നഗരത്തിൽ പണിയെടുക്കുന്ന പല ജനവിഭാഗങ്ങളാണ് നമ്മുടെ ഈ അസോസിയേഷന്റെ കീഴിലുള്ളത്. 2 മാസങ്ങൾക്ക് മുമ്പേ ബഹിരാകാശമായ സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരി പറയുകയുണ്ടായി, നമ്മളേറെ ആകാംക്ഷയോടെ 267 ദിവസത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന ആ ധീര വനിത ആദ്യമായി പറഞ്ഞത്. വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി.എസ്. ദിനിൽ നിർവഹിച്ചു. പല ആളുകളും സഞ്ചരിച്ചിരുന്നു. കാരണം അത്തരത്തിൽ എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ട് പരസ്പരം അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോയിരുന്നത്. ഒരു ദിവസം ആ പ്രദേശത്തെ എല്ലാവരെയും ഒട്ടുമിക്ക ആളുകളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടാണ് ഒരു ദിവസം അവസാനിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇവർ തൊഴിലിന് പോകുന്നു. അതിനുശേഷം വിദ്യാർത്ഥികളായ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു. ഇവരെല്ലാം രാത്രി ഒരു 7 മണി 8 മണിയോടുകൂടി തിരിച്ചു വരുന്നു. വീണ്ടും പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഞായറാഴ്ചകൾ പോലുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഒരുമിച്ച് വീട്ടിൽ പലവരും ഉണ്ടാകുക. അത്തരത്തിൽ വളരെ തിരക്ക് പിടിച്ച ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആളുകൾ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും മാത്രമാണ്. അവർക്കാണെങ്കിൽ പേരക്കുട്ടികളെ നോക്കേണ്ട ചുമതലയും ഉള്ളതുകൊണ്ട് അവർക്ക് പുറത്തു പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, പലരും ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞു മക്കളെ ഏൽപ്പിക്കുന്നത് ഈ അപ്പന്മാരെയും അമ്മമാരെയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരക്കുകളിലാണ്. ആ തിരക്കുകളിലൂടെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, സംഗമങ്ങളെല്ലാം നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുവാനും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പരസ്പരം സംസാരിക്കുവാൻ, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയുവാൻ, നമ്മുടെ പഴയ തലമുറയിലെ വിശേഷങ്ങളെ കുറിച്ച് ഓർത്തെടുക്കുവാനുള്ള നല്ല മുഹൂർത്തങ്ങളാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കണം എന്നാണ് നിങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ വിദ്യാപ്രകാശിനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ ചെന്താമരാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. എസ്.ഐ. കെ. സാലിം മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർമാരായ പാർവതി സുകുമാരൻ, കെ.എ. വത്സല ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. എ.ബി. ഷാബു, പി.ജി. സിബിൻ രാജ്, എം.ബി. രാമചന്ദ്രൻ, എ.ബി. അനീഷ്, എ.യു. ശ്യാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ പി.ടി. ഷാജി ചടങ്ങിൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.